നമസ്കാരം. വലിയ ഡിമാൻഡാണ് ഫാമിലി കാറുകൾക്ക് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് സ്പേസും അത്യാവശ്യം ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതും അത്യാധുനിക ഫീച്ചറുകളും നല്ല മൈലേജ് ഉള്ളതും പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയുമുള്ള കാറുകൾ യഥേഷ്ടം മാർക്കറ്റിൽ ലഭ്യമാണ്. മത്സരാധിഷ്ഠിത കച്ചവടത്തിനായി പരമാവധി ഓഫറുകളും കാർ ബ്രാൻഡുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് മുതലെടുക്കാനായി സമീപഭാവിയിൽ ഒരുപിടി മോഡലുകളാണ് ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങാൻ പോകുന്നത്. പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന മോഡലുകൾക്കൊപ്പം തന്നെ ചില ഇലക്ട്രിക് മൾട്ടിപർപ്പസ് വാഹനങ്ങളും വൈകാതെ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം ചെയ്യാൻ പോകുന്ന, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന 4 ശ്രദ്ധേയമായ ഫാമിലി MPVകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് MGയുടെ M9 എന്ന വാഹനത്തെക്കുറിച്ചാണ്. EV സെഗ്മെന്റിൽ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന JSW MG മോട്ടോഴ്സ് ഇന്ത്യ വൈകാതെ തന്നെ M9 എന്ന പേരിൽ ഒരു പുതിയ MPV വിപണിയിൽ എത്തിക്കാൻ പോവുകയാണ്. രാജ്യത്തെ ആദ്യത്തെ 3 വരി ഇലക്ട്രിക് MPV ആയി മാറാൻ പോവുകയാണ് M9. 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ഈ വാഹനത്തിന്റെ വില പ്രഖ്യാപനം വൈകാതെ തന്നെ നടക്കും. ഈ കാർ വാങ്ങാൻ താല്പര്യമുള്ള ഉപഭോക്താക്കൾ 51,000 രൂപ ടോക്കൺ തുക നൽകി ഇപ്പോൾ തന്നെ ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. MGയുടെ പ്രീമിയം കാർ ഡീലർഷിപ്പായ MG സെലക്ട് വഴിയാകും ഇതിന്റെ വിൽപ്പന. M9 മോഡലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് ടച്ച് സ്ക്രീൻ ആംറെസ്റ്റുകളുള്ള റിക്ലൈനിങ് ഓട്ടോമാൻ 2ാം നിര സീറ്റുകളുണ്ട്. ആകർഷകമായ രൂപകൽപ്പനയാണ് M9 MPVക്ക് ഉള്ളത്. അതുപോലെ തന്നെ കിയയും ഈ ഒരു മത്സര രംഗത്ത് ശക്തമായുണ്ട്. കിയയുടെ കാരൻസ് ഫേസ് ലിഫ്റ്റ് ആണ് വരാൻ പോകുന്നത്. കൊറിയൻ കമ്പനിയുടെ ജനപ്രിയ മോഡലായ കാരൻസിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് അടുത്ത മാസം, അതായത് ഏപ്രിൽ 2025 തന്നെ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. പഴയ മോഡലിനൊപ്പം പുതിയ പേരിൽ ഫേസ് ലിഫ്റ്റഡ് MPV വിൽപ്പനയ്ക്ക് എത്തിക്കാനാണ് കമ്പനിയുടെ പ്ലാൻ. മാരുതി സുസുക്കി എർട്ടിഗ, XL6 എന്നീ MPVകളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന അതേ സമീപനമായിരിക്കും കാരൻസിന്റെ കാര്യത്തിൽ കിയ സ്വീകരിക്കുക. അതുപോലെ തന്നെ കിയ കാരൻസ് EVയെ കുറിച്ചും പറയാതിരിക്കാനാകില്ല. ഫേസ് ലിഫ്റ്റഡ് കാരൻസിന് പിന്നാലെ 2025 ജൂണിൽ കിയ കാരൻസിന്റെ ഫുൾ ഇലക്ട്രിക് പതിപ്പ് പുറത്തിറക്കാൻ പോവുകയാണ്. ഈ ഇലക്ട്രിക് വേരിയന്റ് ഹ്യുണ്ടായി ക്രെറ്റ EVയുമായി ബാറ്ററി ഓപ്ഷനുകൾ പങ്കിടുന്നതായിരിക്കും. 42 kWh, 51.4 kWh ഇങ്ങനെ 2 ബാറ്ററി ഓപ്ഷനുകളിലായിരിക്കും ഇലക്ട്രിക് MPV വരിക. ഫുൾ ചാർജിൽ ഈ ബാറ്ററികൾ ഏകദേശം 390 മുതൽ 473 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവയുടെ ടോപ്പ് വേരിയന്റിന് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എക്സ് ഷോറൂം വില ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റെനോയിൽ നിന്നും ഒരു വാഹനം വരുന്നുണ്ട്, ട്രൈബർ. ഒരുപക്ഷെ പലരും കണ്ടുകാണും കേട്ടുകാണും ഇതിനെക്കുറിച്ച്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ പറ്റുന്ന 7 സീറ്റർ MPV ആയിട്ടാണ് ഇതിനെ കണക്കാക്കാൻ പോകുന്നത്. ഈ വർഷാവസാനം റെനോ ട്രൈബറിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് ലഭിക്കാൻ പോകുന്നത്. അടിമുടി അപ്ഡേറ്റുകൾക്ക് വിധേയമായ കാറിന്റെ ചില സ്പൈ ചിത്രങ്ങളും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്റർനെറ്റിലെല്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഡിസൈൻ വശം മാത്രമല്ല, കാറിന്റെ ഫീച്ചർ ലിസ്റ്റിലും നവീകരണങ്ങളുണ്ട്. എന്നിരുന്നാലും ട്രൈബറിന് നിലവിലുള്ള 1.0 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും തുടിപ്പേകുക. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ AMT ഗിയർ ബോക്സുമായി ഇത് ഘടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രൈബർ ഫേസ് ലിഫ്റ്റ് വന്നാൽ പിന്നാലെ ഇതിന്റെ നിസാൻ റീബാഡ്ജ് പതിപ്പും പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിങ്ങളൊരു ഫാമിലി MPV വാങ്ങാൻ പദ്ധതി ഇട്ടിരിക്കുന്നവരാണെങ്കിൽ അല്പം കാത്തിരുന്നാൽ ഇത്തരത്തിൽ മികച്ച കാറുകളാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളാണോ എന്നറിയാൻ ഇതിന്റെ റിവ്യൂകളും അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോറൂമുകളിലേക്ക് പോയി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതായിരിക്കും നല്ലത്.